കഴിയുന്തോറും ചൂട് കൂടല്ലാതെ ഒരു കുറവുമില്ല കേട്ടോ. ഒന്ന് വീട് തുടങ്ങി ജംഗ്ഷൻ വരെ നടന്നപ്പോഴത്തേക്കും ആകെ ക്ഷീണിക്കാനും തുടങ്ങി, ദാഹിക്കാനും തുടങ്ങി. അപ്പോൾ വേഗം സ്ഥിരം ഞങ്ങളുടെ ബേക്കറിയിൽ കയറിയിട്ട് ഒരു ലൈം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൈമും കുടിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബേബീസിന് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പല പല കടകളിൽ കയറി അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീണ്ടും വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ വാങ്ങിച്ച ഫ്രൂട്ട്സ് ഒന്ന് പറയും നോക്കിയപ്പോൾ ജ്യൂസ് അടിക്കാൻ പറ്റിയത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ജ്യൂസ് ഞങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബേബീസിന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ജലദോഷമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തണുപ്പ് ഞാൻ അവരുടെ അടുത്ത് കൂടെ പോലും കൊണ്ടുപോകാറില്ല. അപ്പോൾ അവർക്ക് തണുപ്പില്ലാതെ എടുത്തിട്ട് ഞങ്ങൾക്ക് എടുക്കുമ്പോൾ മാത്രം 1-2 ഐസ് ക്യൂബ്സ് ഇടാം, നേരിയൊരു തണുവിന് മാത്രം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ കുറേ തണുപ്പുള്ളത് കുടിക്കും. അങ്ങനെ കുറേ തണുപ്പ് കുടിച്ചാൽ വീണ്ടും നമുക്ക് ചുമയും ജലദോഷമൊക്കെ വരും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ. അപ്പോൾ അതില്ലാതെ ശ്രദ്ധിക്കാം.